So let me just finish with my message. I started with ground realities. ഞാൻ തുടങ്ങിയ എൻ്റെ സന്ദേശം ഞാനൊന്ന് തുടരട്ടെ. യഥാർത്ഥ അവസ്ഥകൾ എന്നുള്ള Sometimes we are confused when we see things around us. ചില സമയത്ത് നമ്മളുടെ ചുറ്റും ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ തന്നെ ആശയക്കുഴപ്പത്തിലാകും. For example, a man and a woman may be coming to church for 20 years. ഉദാഹരണത്തിന് ഒരു ഭാര്യയും ഭർത്താവും, ഒരു സ്ത്രീ പുരുഷൻ, അവർ 20 വർഷമായിട്ട് സഭയിൽ കടന്നു വരുന്നു. Faithfully coming to church. വിശ്വസ്തയോടെ ആഴ്ചതോറും സഭയിൽ കടന്നു വരുന്നു. Not knowing, no one knows what's happening much in their lives. അവരുടെ ജീവിതത്തിന്റെ ഉള്ളിൽ നടക്കുന്ന എന്തൊക്കെയാണെന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു. And suddenly we find that the husband gives a divorce notice to the wife. പെട്ടെന്ന് നമ്മൾ കേൾക്കുന്നു ഭർത്താവ് ഭാര്യയ്ക്ക് ഒരു ഡിവോഴ്സ്, വിവാഹമോചനത്തിന്റെ ഒരു നോട്ടീസ് അയക്കുന്നു. Believers, വിശ്വാസികൾ, when we ask them what happened, നമ്മൾ അവരോട് ചോദിക്കുകയാണ് എന്താണ് സംഭവിച്ചത്. you know what they say? അവരെന്ത് പറയുന്നതെന്ന് We അറിയാമോ? don't love each other anymore. ഞങ്ങൾ തമ്മിൽ ഒരു സ്നേഹവും There is ഇല്ല. no love among ഞങ്ങളുടെ നടുവില് സ്നേഹം എന്ന് പറയുന്ന സംഭവം ഇല്ല. Another example. വേറെ ഉദാഹരണം, An assistant pastor serving God for many years. ഒരു അസിസ്റ്റന്റ് പാസ്റ്റർ ഒരു സഭയിലെ വർഷങ്ങളായി ശുശ്രൂഷ ചെയ്യുന്നു. One day he stands before the church and says like this. ഒരു ദിവസം സഭയുടെ മുന്നിൽ അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് ഇങ്ങനെ പറയുന്നു, I don't believe in God anymore. ഞാൻ ഇനിയും തൊട്ട് ഞാൻ ഒരു ദൈവമുണ്ടെന്നേ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന്. This is happening among us. This is happening in the churches today. ഇന്ന് സഭകളിൽ നടക്കുന്ന കാര്യങ്ങൾ, നമ്മുടെയൊക്കെ നടുവിൽ നടക്കുന്ന സത്യങ്ങളാണിത്. These are the things that bring confusion to us. ഇത് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ആശയക്കുഴപ്പം വരാൻ തുടങ്ങും. Because we wonder what is it that should have changed? Why are they still like this? നമ്മൾ ഓർക്കും എന്താണ് മാറേണ്ടതായിട്ടുണ്ടായിരുന്നത്, എന്തും കൊണ്ടാണ് ഇങ്ങനെയുള്ള അവസ്ഥയിൽ സഭ ജനം മുന്നോട്ട് നീങ്ങുന്നത്. That's why I just wanted to share a few things with you. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. Last week we heard about the power of the Holy Spirit. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ കുറിച്ചുള്ള സന്ദേശം. And I began to tell you that this word is used in two different ways by the Apostle Paul. ഞാൻ പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ്, രണ്ട് രീതിയിലാണ് ഈ വാക്ക് പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിക്കുന്നത്. There is a power that we know, that we are used to, and that we use all the time when we talk about the power of God doing many miracles among us. ദൈവത്തിന്റെ ശക്തി നമ്മളുടെ നടുവിൽ പല അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ദൈവത്തിന്റെ ശക്തി എന്ന് പറയും. അതൊന്ന്. But like Shajan shared with us, പക്ഷെങ്കിൽ ഇന്ന് ഷാജൻ നമ്മളോട് പങ്കുവെച്ചതുപോലെ my question too is also the same. What do you want? എൻ്റെ ചോദ്യവും നിങ്ങളോട് ഇതാണ്, നിങ്ങൾക്ക് എന്താണ് ഇന്ന് വേണ്ടിയത്? When Jesus Christ stands before you യേശു ക്രിസ്തു നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ and asks you, what do you want? നിങ്ങളോട് ചോദിക്കുവാണ്, നിനക്ക് എന്താ വേണ്ടിയത് എന്ന് ചോദിക്കുവാണെങ്കിൽ what will you say? നമ്മൾ എന്ത് പറയും? You see, it's easy for us to say, well, I want to walk with you, I want to serve you. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം, എനിക്കോ അങ്ങയുടെ കൂടെ നടക്കണം, എനിക്ക് അങ്ങയെ സേവിക്കണം എന്നൊക്കെ പറയാൻ നമുക്ക് എളുപ്പമാണ്. But you see, we won't reach a particular place just like that. പക്ഷെങ്കിൽ വാസ്തവം എന്ന കാര്യം ഇതാണ്, ഒരു തലത്ത് ഒരു ഉദ്ദിഷ്ട സ്ഥാനത്ത് എത്തണമെങ്കിൽ അങ്ങ് സ്വാഭാവികമായിട്ട് അങ്ങ് എത്തിച്ചേരത്തില്ല. There is no magic in the kingdom of heaven. ദൈവരാജ്യത്തില് മാന്ത്രികമായ ഒന്നും ഇല്ല. And Jesus Christ used many examples to teach us that. ഈ ഒരു വാസ്തവം പഠിപ്പിക്കാനായിട്ട് യേശു ഒത്തിരി ഉദാഹരണങ്ങൾ എടുത്തു. He talked about a tree that grows. യേശു ഇങ്ങനെ ഒരു വൃക്ഷത്തെ കുറിച്ച് പറഞ്ഞു, പെട്ടെന്ന് വളരുന്നത്.
He talks about many things, but everything he says there is a process behind it. പലതിനെ കുറിച്ചും യേശു പറയുന്നു. എന്നിട്ട് പറയുന്നത് ഇതിന്റെ എല്ലാത്തിന്റെയും പിന്നാലെ ഒരു പ്രക്രിയയുണ്ട്, ഒരു രീതിയുണ്ട് So I want വളർച്ചയ്ക്ക്. to show you that process that is so important for us. ആ പ്രക്രിയ, വളർച്ചയുടെ പ്രക്രിയ നമ്മൾ കാണണം, വളരെ Because the പ്രധാനപ്പെട്ടതാണ്. power of God, like I said, is in two ways in the letters of Paul. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ദൈവത്തിന്റെ ശക്തി എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലാണ് പൗലോസ് It can പറയുന്നത്. fall on us. അത് നമ്മളുടെ മേൽ വന്നു വീഴാം, It can manifest through us. അത് നമ്മളിൽ കൂടി വെളിയിലോട്ടും വരാം. But there is a power of God that actually begins to work within us. പക്ഷെങ്കില് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു തരം ദൈവശക്തിയുണ്ട്. There is a power of God that actually does not invade us, it just pervades us. ഒരു ദൈവശക്തിയെ കുറിച്ച് പറയുമ്പോൾ നമ്മളുടെ മേൽ വന്നു വീഴുന്നത് അല്ല, ആ ദൈവശക്തിയല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ നിന്ന് അങ്ങ് നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്ന ആ ദൈവശക്തി. Paul used a phrase like this: strengthened with all power in the inner man. പൗലോസ് ഇങ്ങനെ ഒരു പദമാണ് ഉപയോഗിച്ചത്, എല്ലാ ശക്തിയാലും നമ്മുടെ അകമയുള്ള മനുഷ്യന് ബലപ്പെടുക എന്ന്. And I was really surprised that Paul is using such phrases. ഇങ്ങനെയുള്ള പദങ്ങൾ പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിക്കുന്നത് ഓർത്തുമ്പോൾ എനിക്ക് വളരെ അതിശയം He talks തോന്നുന്നു. about being filled with hope through the power of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ, പ്രത്യാശയാൽ നമ്മൾ നിറയെ കുറിച്ച് പൗലോസ് പറയുന്നു. He talks about the work of faith happening with power. ആ ശക്തിയോടനുബന്ധിച്ച് വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ നമ്മളിൽ നിന്ന് പുറത്തു വരുന്നത് കാണുന്നു. So this is a kind of power that actually just grows within us. ഈ ശക്തി എന്ന് പറയുന്നത് ഇത് നമ്മളുടെ ഉള്ളിൽ വളർന്നു വരുന്ന ഒരു ശക്തിയാണ്. It's a power that actually changes us, transforms us. ഈ ശക്തി നമ്മളെ രൂപാന്തരപ്പെടുത്തും, നമ്മളെ മാറ്റിമറിക്കുന്ന ശക്തിയാണ്. We don't use the word power when we talk about such things, isn't it? ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള മാറ്റങ്ങൾ നമ്മളിൽ വരുമ്പോൾ ഇതിനെ ശക്തി എന്ന് നമ്മൾ പറയാറില്ല. But Paul uses such a phrase. പക്ഷേ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെയാണ് പറയുന്നത്. So let's look at this for some time, please. ഇതിനെ കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ നോക്കാം. The first point I want to put before you is this. ഇന്ന് ആദ്യം ഞാൻ പറയാൻ പോകുന്ന പോയിന്റ് ഇതാണ്. This power can actually be seen only when we prepare ourselves. ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ്, നമ്മൾ നമ്മളെ തന്നെ ഒരുക്കിയാൽ മാത്രമേ ഈ ശക്തി നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. There has to be a work of preparation among us. നമ്മളുടെ നടുവിൽ ഒരു ഒരുക്കത്തിന്റെ പ്രവൃത്തി നടക്കേണ്ടതായിട്ടുണ്ട്. So right from the beginning we see this, my dear friends. ആദ്യം തൊട്ടേ നമ്മൾ ഇതാ Even കണ്ടുവരുന്നതാണ്. when God created the universe, ദൈവം സകല പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചപ്പോൾ there is a phrase that says the Spirit was hovering over the waters. അവിടെ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിന്റെ ആത്മാവ് വെള്ളങ്ങളുടെ മേൽ വ്യാപരിക്കുവായിരുന്നു എന്ന്. And then God said, let there be light. അത് കഴിഞ്ഞിട്ട് ദൈവം പറഞ്ഞു വെളിച്ചമുണ്ടാകട്ടെ എന്ന്. Why was this being mentioned here? എന്തിനാണ് ഇങ്ങനെ അവിടെ There was എഴുതിയേക്കുന്നത്? no need for the writer to write like this. ആ എഴുത്തുകാരൻ ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ലായിരുന്നു. Because God could have said that it would have happened. ദൈവം അങ്ങ് പറയുകയും അത് നടക്കുകയും But ചെയ്യുമായിരുന്നു. why was the Spirit hovering over the waters? എന്തുകൊണ്ടാണ് ആ വെള്ളത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് Why പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നത്? was a work of preparation taking place before God spoke? അവിടെ നമ്മൾ കാണുന്ന ദൈവം പറയുന്ന ദൈവത്തിന്റെ ആ ശബ്ദം പുറത്തു വരുന്നതിന് മുമ്പേ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തി അവിടെ What was നടക്കുമായിരുന്നു. God trying to tell us through അതിൽ this? കൂടി ഇതിൽ ദൈവം എന്താണ് പറയാൻ Look at the ആഗ്രഹിക്കുന്നത്? life of John the Baptist. നമ്മൾ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് കേട്ടു. Why was he sent to earth? എന്തിനാണ് യോഹന്നാൻ സ്നാപകനെ ദൈവം ഈ ഭൂമിയിൽ അയച്ചത്? If I ask you, you would all give me one single answer. നിങ്ങൾ എല്ലാവരും ഒറ്റ ഉത്തരമായിരിക്കും To തരുന്നത്. prepare the way of the Lord Jesus. യേശു ക്രിസ്തുവിന് വേണ്ടി വഴിയൊരുക്കാനാണ് യോഹന്നാൻ സ്നാപകൻ വന്നതെന്ന് നിങ്ങൾ പറയും. But how? പക്ഷേ എങ്ങനെ?
I think I asked this in the module when I was taking. ഞാൻ മോഡ്യൂൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഈ ചോദ്യം ചോദിച്ചിരുന്നു. How did John prepare the way? യോഹന്നാൻ സ്നാപകൻ എങ്ങനെയാണ് യേശുവിന് വേണ്ടി വഴി ഒരുക്കിയത്? One simple answer. ഒരു ഉത്തരമേ ഉള്ളൂ. There's only one single answer. അത് ഒറ്റ ഉത്തരമേ ഉള്ളൂ ഇതിന്. He was actually making people aware of their sin. യോഹന്നാൻ സ്നാപകൻ ജനത്തെ തൻ്റെ പാപത്തെക്കുറിച്ചുള്ള ബോധം കൊണ്ടുവരുമായിരുന്നു. See, before God takes away your sin, നമ്മൾ മനസ്സിലാക്കണം, ദൈവം നമ്മളുടെ പാപം നമ്മളിൽ നിന്ന് കഴുകി മാറ്റുന്നതിന് മുമ്പേ He has to show you the sinfulness of your sin. ദൈവം നമ്മളുടെ പാപം നമ്മളിൽ നിന്ന് കഴുകി മാറ്റുന്നതിന് എടുത്തു മാറ്റുന്നതിന് മുമ്പേ നമ്മളുടെ പാപത്തിൻ്റെ ഘോര അവസ്ഥ എത്രമാണെന്ന് ദൈവം നമ്മൾക്ക് കാണിച്ചു തന്നേ മതിയാവും. I don't know how many of you cried when you were born again. നിങ്ങൾ എത്ര പേര് രക്ഷിക്കപ്പെട്ട ആ സമയത്ത് നിങ്ങൾ നിലവിളിച്ചു എന്ന് എനിക്കറിയില്ല. I cried. പക്ഷേ ഞാൻ നിലവിളിച്ചു. And not in a house. ഞാൻ ഒരു വീട്ടിലിരുന്ന് അല്ലായിരുന്നു. I was crying inside a bus. ഞാൻ യാത്ര ചെയ്ത ഒരു ബസ്സിനുള്ളിലായിരുന്ന സമയത്താണ് ഞാൻ കരയാൻ Tears തുടങ്ങിയത്. were rolling down my face. കണ്ണുനീര് എന്റെ മുഖത്തോടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ. I didn't know why I was crying. I did not even know why I was crying. എന്തിനാണ് ഞാൻ കരയുന്നതെന്ന് പോലും എനിക്കറിയില്ല. All that I knew was God was doing a work in my heart. എനിക്ക് ഒരു കാര്യം മാത്രം അറിയാമായിരുന്നു, ദൈവം എന്തൊക്കെയോ പ്രവൃത്തി എന്റെ ഹൃദയത്തിൽ For the first time I saw how sinful I was. ആദ്യമായിട്ടാണ് ആ സമയത്ത് ഞാൻ കണ്ടത് ഞാൻ എത്ര പാപിയാണ്. Because I never saw the sinfulness of my own sin. എന്റെ പാപത്തിന്റെ ആ ഘോരത അതുവരെ ഞാൻ കണ്ടിരുന്നില്ല. I hope all of you had tears when you first got saved. ഞാനങ്ങ് പ്രതീക്ഷിക്കുവാണ്, നിങ്ങൾ ഓരോരുത്തരും രക്ഷിക്കപ്പെട്ട ആ സമയത്ത് നിങ്ങളിൽ നിലവിളി ഉണ്ടായി, നിങ്ങൾ കരഞ്ഞു. God has to begin by showing you your actual situation, your state. പക്ഷെ എന്താന്ന് വെച്ചാല് ദൈവം ആദ്യം നമ്മളുടെ യഥാർത്ഥ അവസ്ഥ നമ്മളെ കാണിച്ചാണ് ഒരു വേല നമ്മളിൽ തുടങ്ങുന്നത്. Before you climb up, you have to go down. നമ്മൾ മുന്നോട്ട് മേലോട്ട് കയറുന്നതിന് മുമ്പേ ആദ്യം നമ്മൾ താഴോട്ട് പോയാലേ പറ്റൂ. So you see, John the Baptist was sent. യോഹന്നാൻ സ്നാപകനെ ദൈവം അയച്ചു. I really don't know whether he succeeded in his ministry. യോഹന്നാൻ സ്നാപകൻ തൻ്റെ ശുശ്രൂഷയില് ഫലപ്രദം ആയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. Many people came to him and confessed their sins. ഒത്തിരി പേര് യോഹന്നാന്റെ അടുത്ത് വന്ന് പാപങ്ങൾ ഏറ്റു പറഞ്ഞു. But to some people he said, "You brood of vipers." പക്ഷെങ്കിൽ ചിലരോട് പറഞ്ഞു, സർപ്പസന്തതികളെ എന്ന് നോക്കി പറഞ്ഞു. അവരും വന്ന് പാപങ്ങൾ ഏറ്റു പറയാൻ. These people also came and repented. പക്ഷേ യോഹന്നാൻ സ്നാപകൻ അവരെ സ്വീകരിച്ചില്ല. But John the Baptist did not receive that repentance. And finally John the Baptist himself got confused. അവസാനം യോഹന്നാൻ സ്നാപകൻ തന്നെ ആശയക്കുഴപ്പത്തിലാകുന്ന ഒരു അവസ്ഥയിലെത്തി. Jesus said he was the greatest among the prophets. യേശു ഇങ്ങനെയാണ് പറഞ്ഞ, യോഹന്നാനെ കുറിച്ച് പ്രവാചകനിൽ ഏറ്റവും വലിയവൻ യോഹന്നാനാണ്. He was the greatest among those born of women. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ ഇവനാകുന്നു എന്ന് യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറഞ്ഞു യേശു. But that is something that he did not receive, that you and I have received. പക്ഷെങ്കിൽ ഞാൻ പറയട്ടെ, ഇന്ന് നിങ്ങളും ഞാനും പ്രാപിച്ച ചില കാര്യങ്ങൾ യോഹന്നാൻ പ്രാപിച്ചില്ലായിരുന്നു. Like you heard this morning, if only you knew how blessed you are. ഇന്ന് നമ്മൾ രാവിലെ കേട്ടതുപോലെ നമ്മൾ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്ന് വാസ്തവമായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കിയായിരുന്നെങ്കിൽ. Jesus said, "Blessed are your eyes because you can see, and your ears because you can hear." യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ കണ്ണുകൾ കാണുന്നു, നിങ്ങളുടെ ചെവികൾ കേൾക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. Because no one is searching after God. കാരണം എന്താണ്? ദൈവത്തെ ആരും അന്വേഷിച്ച് There is no പോകുന്നില്ല. one righteous, not even one. നീതിമാൻ ആരുമേ ഇല്ല, ഒരുവൻ പോലുമില്ല. God decided to come after you. ദൈവം തീരുമാനിച്ച് നമ്മളുടെ പിന്നാലെ ദൈവം നമ്മളെ തേടി വന്നു. Let's look at 5 things
about preparing ourselves. നമ്മളെ തന്നെ ഒരുക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മളെ തന്നെ ഒരുക്കുന്നത്, അത് 5 പോയിന്റായിട്ട് ഞാൻ Because like I കാണിക്കാം. said, there is no magic in the kingdom of ഞാൻ God. പറഞ്ഞു നേരത്തെ, ദൈവത്തിന്റെ രാജ്യത്തിൽ ഒരു മാന്ത്രിക ശക്തിയും കൊണ്ടല്ല കാര്യങ്ങൾ If God has to നടക്കുന്നത്. do something in your life, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ please make sure, understand this, He will first prepare you for it. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ദൈവം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നതിന് മുമ്പേ നമ്മളെ അതിനുവേണ്ടി ദൈവം There will ഒരുക്കേണ്ടതായിട്ടുണ്ട്. be a preparation work going on. You may not even realize it, but it has to happen. ഒരു ഒരുക്കലിന്റെ പ്രവൃത്തി നമ്മളിൽ നടന്നേ മതിയാവും. ചിലപ്പം ദൈവം എന്നെ ഒരുക്കുവാണെന്ന് നമ്മൾക്ക് മനസ്സിലാകത്തില്ലായിരിക്കും, പക്ഷെ ആ ഒരുക്കലിന്റെ പ്രവൃത്തി നടന്നേ മതിയാവും. Number 1, ആദ്യത്തേത്, you see, when you pray for change, നമ്മൾ വ്യത്യാസത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, മാറ്റം ഇല്ലേ? നമ്മൾ മാറ്റങ്ങൾ വരുത്തണം, വ്യത്യാസങ്ങൾ വരണമെന്ന് അതിനുവേണ്ടി നമ്മൾ You have to പ്രാർത്ഥിക്കുമ്പോൾ, first find out what is wrong with you. അതിനു മുമ്പേ നമ്മൾ ആദ്യം മനസ്സിലാക്കണം നമ്മളിൽ കുഴപ്പങ്ങൾ എന്തൊക്കെയുണ്ട്, അത് നമ്മൾ You കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. see, we all carry a false sense of spirituality, isn't it? ഞാൻ പറയട്ടെ, നമ്മൾ എല്ലാവരും ഒരു തെറ്റായ തെറ്റെന്ന് ഒരു പറയുമ്പോൾ കപടമായ ഒരു മതത്തിന്റെ ഒരു മറ നമ്മൾ വഹിച്ചോണ്ട് നടക്കുക. And you see, it is such a terrible thing because we are sometimes used to using certain spiritual talk. അത് വളരെ ഭയാനകമായ ഒരു കാര്യമാണ്. എന്തെന്നറിയാമോ, ചിലപ്പം ഈ നമ്മൾ ആത്മീയ പദങ്ങൾ ഉപയോഗിക്കാൻ നമ്മളങ്ങ് ശീലിച്ചു, വാക്കുകൾ We ഉപയോഗിക്കാൻ. hear someone pray and we also want to pray. വേറൊരു വ്യക്തി പ്രാർത്ഥിക്കുന്നത് കേൾക്കുമ്പോഴത്തേക്ക് നമുക്കും പ്രാർത്ഥിക്കാൻ തോന്നും. So this kind of phrases are being used in the churches all the time. ഇങ്ങനെയുള്ള പദങ്ങള്, വാക്കുകള് സഭകളിൽ ഒത്തിരി We have ഉപയോഗിക്കപ്പെടുന്നുണ്ട്. this in our songs, നമ്മുടെ പാട്ടുകൾ ഇങ്ങനെയുള്ള വാക്കുകളുണ്ട്. but we don't bring it into its context. നമ്മൾ ഇതിന്റെ ആ പശ്ചാത്തലത്തില് നമ്മൾ ഇതിനെ കൊണ്ടുവന്ന് കാണുന്നില്ല. Change me, O God. ദൈവമേ എന്നെ മാറ്റണമേ. Who doesn't cry that cry? ആ നിലവിളി ആരിൽ നിന്നാ പൊങ്ങാത്തത്? Now you see, we may think that cry is enough. നമ്മൾ വിചാരിച്ചേക്കാം അങ്ങനെയുള്ള ഒരു നിലവിളി മതി എന്ന്. But do you know that prayer can be answered only when you actually are willing to admit what is wrong with you? നിങ്ങൾക്കറിയാമോ, നമ്മളിൽ വാസ്തവമായിട്ടും എന്താണ് കുഴപ്പമെന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ അംഗീകരിക്കുമ്പോൾ മാത്രമേ, അതിനുശേഷം മാത്രമേ നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം Oh ലഭിക്കത്തുള്ളൂ. God, I was running after the world. ദൈവമേ, ഞാൻ ലോകത്തിന്റെ പിന്നാലെ I did ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. not honor you as I should have honored you. ഞാൻ അങ്ങേ മാനിക്കേണ്ട രീതിയിൽ ഞാൻ മാനിച്ചില്ല. I did not give you first place in my life. എന്റെ ജീവിതത്തിൽ ഞാൻ അങ്ങേക്ക് ആദ്യ സ്ഥാനം I തന്നില്ല. did not believe you when you said that you would do this in me. അങ്ങ് എന്റെ ജീവിതത്തിൽ ഈ കാര്യം ചെയ്തെടുക്കുമെന്ന്, ചെയ്തു തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ I വിശ്വസിച്ചില്ല. was always at unrest, oh God. കർത്താവേ, എപ്പോഴും എന്റെ ഉള്ളില് ആ അസ്വസ്ഥതയായിരുന്നു. I was chasing after vain things. ഞാന് നശിച്ചു പോന്ന കാര്യങ്ങളുടെ പിന്നാലെ ഞാൻ അത് തേടി You പിടിക്കാനായിട്ട് ഞാൻ told പരക്കപ്പായുമായിരുന്നു. me to seek your kingdom and your righteousness. അങ്ങ് എന്നോട് പറഞ്ഞു അങ്ങയുടെ രാജ്യവും നീതിയും അന്വേഷിക്കുക എന്ന്. But I never did it, oh God. I never did it. പക്ഷേ ഞാൻ അത് ചെയ്തില്ല ദൈവമേ. I was self-centered, oh God. ഞാൻ സ്വയത്തെ കേന്ദ്രീകരിച്ചുള്ള I ഓട്ടമായിരുന്നു only എന്റെ. cared about myself. ഞാൻ എന്നെ കുറിച്ചായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്. Change me, oh God. ദൈവമേ, എന്നെ ഒന്ന് മാറ്റണമേ. That's a healthy prayer to make. അത് ആരോഗ്യപരമായ ഒരു പ്രാർത്ഥനയാണ്. We don't have time. Number 2. അധികം എന്നെക്കുറിച്ച് മുന്നോട്ട് പോകാൻ സമയമില്ല. രണ്ടാമത്തെ പോയിന്റ് നോക്കാം. Praying for filling without coming to an end of ourselves. നമ്മളെ തന്നെ ഒഴിക്കാതെ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക.
Another very common prayer we use, isn't it? Lord, fill me. നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ലേ ഇത്? ദൈവമേ എന്നെ നിറയ്ക്കണമേ. It's all spiritual words that we use. ഓ എന്തോ ഒരു വലിയ ആത്മീയ വാക്കുകളൊക്കെയാണ് നമ്മൾ Fill me, ഉപയോഗിക്കുന്നത്. oh God. നിറച്ചാട്ടെ കർത്താവേ, The Lord നിറച്ചാട്ടെ. will ask you, where should I fill you? ദൈവം പക്ഷേ നമ്മളോട് ചോദിക്കും, ഞാൻ എവിടെയാ മോളെ നിന്നെ നിറയ്ക്കേണ്ടത്? കാരണം ഇന്ന് സ്ഥലം കാണുന്നില്ല. അദ്ദേഹം ചോദിക്കുക, സ്ഥലം There is no കാണുന്നില്ല, place. സ്ഥലം I can't കാണുന്നില്ല. see any Where can I empty fill place you? and I can't see any emptiness in you so that I can fill you. നമുക്ക് അതും കേൾക്കാൻ നമുക്ക് സമയമില്ല. നമുക്ക് പ്രാർത്ഥിക്കാനേ നേരമുള്ളൂ. കർത്താവേ നിറയ്ക്കണേ, Oh നിറയ്ക്കണേ. God, I don't have time to search for any empty place for you, but just fill me. Oh. So do you know that even this emptying you cannot do yourself? നമ്മൾക്കറിയാമോ, ഈ നമ്മളെ തന്നെ ഒഴിക്കുക, കാലിയാക്കുക എന്ന് പറയുമ്പോൾ ആ ഒഴിക്കാൻ പോലും നമുക്ക് സ്വന്തം കഴിവും കൊണ്ട് പറ്റില്ല. That's why the beauty of the cross will shine before us. അതുകൊണ്ടാണ് ആ സമയത്താണ് ആ ക്രൂശിന്റെ സൗന്ദര്യം നമ്മളുടെ മുന്നിൽ വെളിപ്പെട്ട് വരുന്നത്. Paul uses wonderful language, isn't it? പൗലോസ് വളരെ മനോഹരമായ ഭാഷ ഉപയോഗിച്ചാണ് Take നമ്മളോട് പറയുന്നത്. off your old man, take it off, pull it out. നിന്റെ പഴയ മനുഷ്യനെ എടുത്തു കളയാ, ഉരിയുക. How do we take it out? എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഈ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയാൻ Only by പറ്റുന്നത്? going to Jesus. അത് യേശുവിലോട്ട്, യേശുവിന്റെ അടുത്തോട്ട് പോയാൽ മാത്രമേ സാധിക്കത്തുള്ളൂ. You see, you need his help to die as well as to live. ഞാൻ പറയട്ടെ, നമ്മൾക്ക് ജീവിക്കാനും ദൈവത്തിന്റെ സഹായം വേണം, മരിക്കാനും ദൈവത്തിന്റെ സഹായം വേണം. What a wonderful place it is, isn't it? എത്ര നല്ല ഒരു സ്ഥലമാണിത്. You don't have to even groan about your weaknesses. നമ്മളുടെ ബലഹീനത്തെ കുറിച്ച് അങ്ങ് വിലപിച്ച് അങ്ങ് ഞെരങ്ങേണ്ടി പോലും ആവശ്യമില്ല. You just have to go to him with it. നമ്മൾക്ക് ചെയ്യേണ്ടത് എന്തുവാണ്? ഈ ബലഹീനത കുറവുകളും കൊണ്ട് കർത്താവിന്റെ സാന്നിധ്യത്തിലോട്ടൊന്ന് കടന്നു ചെല്ലുക. അതാണ് ചെയ്യേണ്ടത്. Jesus says, come. യേശു പറയുവാണ്, വരിക, Take my yoke upon you. എന്റെ നുകം നീ ഏറ്റെടുക്ക. It is easy and light. അത് ലഘുവാകുന്നു. You will find rest for your souls. നിന്റെ പ്രാണന് അത് വിശ്രമം തരും. But you have to put away your burdens. പക്ഷെങ്കിൽ അത് എടുക്കാൻ പറ്റുന്നത് എപ്പോഴാണ്? നമ്മളുടെ ഭാരം നമ്മൾ You can't അത് എടുത്ത് മാറ്റി You വെക്കുമ്പോഴാണ്. cannot carry two yokes at the same time. എന്തെന്ന് വെച്ചാൽ രണ്ട് നുകവും നമുക്ക് ഒരുമിച്ച്, നമ്മളുടേതും കർത്താവിന്റെയും കൂടെ ഒരുമിച്ച് നമുക്ക് വഹിച്ച് നടക്കാൻ പറ്റില്ല. Take my yoke upon you. യേശു നമ്മളോട് പറയുവാണ്, എന്റെ നുകം നീ ഏറ്റെടുക്ക. Number 3. മൂന്നാമത്തെ പോയിന്റ്, Preparing for God to use us without preparation, praying for God to use us. ഒന്ന് വായിക്കാമോ മലയാളത്തിൽ? നമ്മുടെ ഭാഗത്ത് നിന്നും യാതൊരു തയ്യാറെടുപ്പും കൂടാതെ ദൈവത്തിന് വേണ്ടി നമ്മെ ഉപയോഗിക്കുവാൻ പ്രാർത്ഥിക്കുക. Another very thing we say, use me, oh God. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ അടിയനെ ഉപയോഗിച്ചാട്ടെ. What are you doing about it? ദൈവം നമ്മളോട് ചോദിക്കുകയാണ്, ഞാൻ നിന്നെ ഉപയോഗിക്കാനായിട്ട് നീ എന്തൊക്കെയാ ചെയ്യുന്നത്? I don't know. എനിക്കറിയില്ല ദൈവമേ. I don't know what you gave me. നീ അങ്ങ് എനിക്ക് എന്തൊക്കെയാ തന്നെന്ന് പോലും എനിക്കറിയില്ല. Do you know that God has prepared good works for you beforehand? നിങ്ങൾക്കറിയാമോ, നമ്മൾ പ്രവർത്തിക്കേണ്ടതിന് ദൈവം നമ്മൾക്ക് വേണ്ടി മുന്നമേ സൽപ്രവർത്തികൾ ഒരുക്കിയിട്ടുണ്ടെന്നറിയാമോ? എവിടാണ് ആ വാക്യം? ആർക്കെങ്കിലും പറയാമോ? Do you know where that verse is? എഫേസ്യർ 2:10. Ephesians chapter 2 verse 10. Isn't it amazing? God has prepared good works for you. എന്തൊരു അതിശയമായ കാര്യമാണ്. ദൈവം നമ്മൾ പ്രവർത്തിക്കാനായിട്ട് സൽപ്രവർത്തികൾ ദൈവം മുന്നമേ ഒരുക്കിയിട്ടുണ്ട്. You see, if you are supposed to, if you were living in the previous century, നിങ്ങൾ ഒരു നൂറ്റാണ്ട് മുമ്പേ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, suppose you were in England, നിങ്ങൾ ആ സമയത്ത് ഇംഗ്ലണ്ടിൽ ജീവിക്കുന്നവരായിരിക്കാം. and you say you want to go to India for a mission as a missionary. അന്ന് നിങ്ങൾ ഇംഗ്ലണ്ടിൽ താമസിക്കാന്ന് ചിന്തിച്ചോ, എന്നിട്ട് നിങ്ങൾ പറയുവാണ്, എനിക്ക് ഭാരതത്തിൽ ഒരു മിഷണറി ആയിട്ട് പോകാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുവാണെങ്കിൽ, ടിക്കറ്റ് എടുത്ത് നാളെ പോകാൻ പറ്റത്തില്ല.
You cannot take a ticket and just go the next കാരണം day. ഒന്നാമത് അവിടെ അന്ന് പ്ലെയിൻ ഇല്ല, ഷിപ്പേ ഉള്ളൂ, ഓൺലി ഷിപ്സ്. There was no aeroplane at that time. There were only ships at that time. 4-5 മാസങ്ങൾ കുത്തിയിരുന്ന് വേണം എത്താൻ. You have to travel 4-5 months to reach India. But that is not all. പക്ഷെ If അത് you want to മാത്രമല്ല, become a missionary, നിങ്ങൾ ആ സമയത്ത് ഒരു മിഷണറി ആകണം നിങ്ങൾക്ക് you ആഗ്രഹം have ഉണ്ടെങ്കിൽ to apply in a mission society. ആ സമയത്ത് നമ്മൾ മിഷൻ സൊസൈറ്റിയിൽ പോയി നമ്മൾ അപ്ലൈ ചെയ്യണം. അങ്ങനെയാണ് വന്ന് ഈ LMS-ഉം CMS കേട്ടുണ്ട്. LMS ഇവിടെ ഒരു LMS ഉണ്ട്, അറിയാമോ? LMS പള്ളി Have you heard of LMS and CMS? There's a LMS church അയ്യോ, nearby. നമ്മുടെ ക്രൈവൻ സ്കൂളിലെ പള്ളിയുടെ പേരെന്തുവാ അറിയത്തില്ല നിങ്ങൾക്ക് ആർക്കും? Don't know the name. LMS പള്ളി. സന്തോഷമൊക്കെ അവിടുന്ന് ഇറങ്ങി വന്നതാണ്. LMS ഫുൾ ഫോം എന്തുവാ? അതും അറിയത്തില്ല നിങ്ങൾക്ക്? LMS ഫുൾ ഫോം എന്തുവാ? എൻ്റെ പൊന്നെ, നിങ്ങൾ ഏത് ലോകത്തിലാണ് ജീവിക്കുന്നത്? ലണ്ടൻ മിഷണറി സൊസൈറ്റി. LMSന്റെ ഫുൾ ഫോം അങ്ങനെയാണ്, ലണ്ടൻ മിഷണറി സൊസൈറ്റി എന്ന്. There were many societies there whom you have to apply to go as a missionary. അവിടെ ഇങ്ങനെയുള്ള സൊസൈറ്റീസ് ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ പോയി നമ്മുടെ പേര് കൊടുത്ത് രജിസ്റ്റർ ചെയ്യണമായിരുന്നു. ഒരു മിഷണറി ആയിട്ട് എനിക്ക് പോകാൻ മനസ്സുണ്ട് എന്ന് പറഞ്ഞു. What they will do? അവരെന്ത് ചെയ്യുന്നതെന്ന് അറിയാമോ? അത് കഴിഞ്ഞിട്ട് 7 years you have to be trained to go as a missionary. അവിടെ ചെന്നിട്ട് നമ്മൾ പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളെ സ്വീകരിക്കുവാണെങ്കിൽ 7 വർഷമെടുത്ത് നമ്മൾ ഒരു മിഷണറി ആയിട്ട് പോകാനായിട്ട് നമ്മളെ ട്രെയിൻ ചെയ്യും അവര്. ഈ വില്യം കേരിക്ക് വെറുതെ വന്നതല്ല, അധികം ട്രെയിനിങ് ലഭിച്ചിട്ടാണ് ഇവിടെ വന്നത്. People like William Carey, he did not come because he wanted to. He received training and then he came. Why am I saying all these things? എന്തിനാണ് ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നത്? If we want to be used by God, നമ്മൾ ദൈവത്താൽ ഉപയോഗിക്കപ്പെടണമെന്ന് നമുക്ക് താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട് എങ്കിൽ, what are we doing about it? അങ്ങനെയാണെങ്കിൽ നമുക്കിത് ആഗ്രഹമുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എന്താണ് ചെയ്യുന്നത് അതിനുവേണ്ടി? You may say, I'm not a preacher or a teacher, I'm not a pastor, I just want to share with new people. നിങ്ങൾ പറഞ്ഞേക്കാം, ഞാനൊരു പ്രസംഗികനല്ല, ഞാൻ പഠിപ്പീരുകാരനല്ല, പഠിപ്പിക്കാൻ പറ്റുന്നവനല്ല, ഞാനൊരു ടീച്ചറല്ല, ഞാനൊരു പാസ്റ്ററല്ല, എനിക്ക് മറ്റുള്ളവരോട് ജസ്റ്റ് ഒന്ന് പങ്കുവെച്ചാൽ മാത്രം മതി എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. നല്ലൊരു അവസരമുണ്ട്, കായംകുളത്തോട്ട് പോയാൽ മതി. You have a very good opportunity. Come to Kaingalam. എല്ലാം പുതിയ ആൾക്കാരാണ് അവിടെ. New people, only new people are there. അങ്ങനൊന്നും പറയല്ലേ പാസ്റ്റർ. Pastor, don't tell me all those heavy things. ട്രെയിനിൽ കയറിയൊക്കെ പോകണ്ടേ? I have to get into the train and then I have to travel. വേറെപ്പോ The sweat. അടുത്ത വല്ല ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ. Pastor, if there's something nearby, you just tell me, I'll go. Number 4. നാലാമത്തേത്, Praying for revival without seeing the need for repentance. മാനസാന്തരത്തിന്റെ ആവശ്യം കാണാതെ ഉണർവിനായി പ്രാർത്ഥിക്കുക. See, I heard some people talk about the Asbury revival. ഈ ആസ്പറിയിൽ നടന്ന ഉണർവിനെ കുറിച്ച് ചിലർ പറയുന്നത് ഞാൻ കേട്ടു. I heard some people say like this. ചിലർ ഇങ്ങനെയാണ് പറഞ്ഞത്, This revival has repentance inside it. ഈ ഉണർവില് അനുതാപം, മാനസാന്തരം അതിനകത്തുണ്ട് എന്ന് ആൾക്കാർ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ ചോദിച്ചോട്ടെ, മാനസാന്തരമില്ലാത്ത ഉണർവ് എങ്ങും ഇല്ല. Let me tell you, there is no revival without repentance. God cannot revive anybody without them repenting. ഒരു വ്യക്തി മാനസാന്തരപ്പെടാതെ ദൈവത്തിന് ആ വ്യക്തിയെ ഉണർത്താൻ പറ്റില്ല. ദൈവം ഇങ്ങനെ ഓം ശ്രീം ഖാം ഠോ ഠോ എന്ന് പറഞ്ഞ് ആരും എഴുന്നേൽപ്പിക്കാൻ പോകുന്നില്ല കേട്ടോ. God will not just raise you or revive you just by pronouncing some spell over you. If you confess your sins, നിങ്ങൾ നിങ്ങളുടെ പാപം ഏറ്റുപറയുവാണെങ്കിൽ He is faithful and just അവൻ വിശ്വസ്തനും നീതിമാനുമാണ് to forgive your sins. എന്തിന്? നമ്മുടെ പാപം ക്ഷമിക്കാനായിട്ട്. അവിടെ അവസാനിച്ചില്ലെന്ന് ഓർത്തോണം. It doesn't stop there. എത്ര പേർക്ക് ആ വാക്ക് അവിടെ അവസാനിച്ചാ ചിന്തിക്കുന്നത്? Some people think that the verse stops there, but it doesn't. അതിന്റെ ബാക്കി മുഴുവനായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ? കാണാപ്പാഠം പറയണം, ബൈബിൾ നോക്കി. Do you know the rest of the verse? You have to say by heart. അവിടെ മിണ്ടരുത് കേട്ടോ, ബാക്കിയുള്ളവർ വല്ലതും പറഞ്ഞാട്ട്. തിയോളജി ഒക്കെ പഠിച്ച ആളാണ്. ഓക്കെ, Dr. Sunil has studied theology, so you don't say. നമ്മൾ സാധാരണക്കാർ ആർക്കും ഉത്തരം പറയാമോ? ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞു പോയല്ലോ. അയ്യോ സഹോദര, മലയാളത്തിൽ ആരെങ്കിലും പറഞ്ഞാട്ടെ.
നമ്മളെ പാപങ്ങളെ ക്ഷമിക്കുകയും He will forgive our sin. സകല സകല എന്നുള്ള വാക്ക് അവിടെ ഉണ്ടെന്ന് ഓർത്തോണം. അത് ആരും മറന്നു കളയരുത് കേട്ടോ. ആ സകല എന്ന് പോയാൽ മാറ്റിക്കളഞ്ഞെല്ലാം പോയി. സകല അനീതിയിൽ നിന്ന് നിങ്ങളെ ശുദ്ധീകരിക്കും. And he will cleanse you from all unrighteousness. All is there. So what do you have to do? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? You just need to confess your sins. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്തുവാ? നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയണം. നീ നിന്റെ പാപങ്ങൾ, നീ കാണുന്ന പാപങ്ങൾ ഏറ്റുപറ. The sins that you see, the sins that you know about yourself, that you confess. ദൈവം അതിനെ ക്ഷമിക്കും മാത്രമല്ല, അതിലോട്ട് മുന്നോട്ട് ദൈവം നിന്നെ കൊണ്ടുപോകും. It's not that God will just forgive you of those sins that has been confessed, but he will take you further than that. ദൈവം ഇച്ചിരി കൂടുതലായിട്ട് വെളിപ്പെടുത്തി തരും. God, once you start confessing, God may even open up more and show you more of your sins. നമ്മൾ ഏറ്റുപറയും. And when you start to confess more, അവൻ കൂടുതൽ വെളിപ്പെടുത്തി and തരും. then after you start confessing more, God will reveal more. എല്ലാം വെളിപ്പെടുത്തി തന്നാൽ നമ്മൾ ചത്ത വീഡിയോ, അതുകൊണ്ട് നമ്മൾ എല്ലാം വെളിപ്പെടുത്തി തരത്തില്ല, ഒരുമിച്ച് വെളിപ്പെടുത്തി തരത്തില്ല. God will not reveal all your sins at once. You know why? Because otherwise we will fall dead. ഉള്ള നിങ്ങളൊന്ന് കണ്ട് പാപം ഏറ്റുപറഞ്ഞാൽ മതി. Just confess the sins that you see about yourself. അയ്യോ കർത്താവേ, ഞാൻ ഒരാളെ നോക്കി ഞാൻ അയാളെ പുച്ഛിച്ചേ. Oh, ഏറ്റുപറ. Jesus, I looked at that person, I made fun of that person. I'm sorry, God, forgive me. Confess. വേറെ കാര്യം കൊണ്ടുണ്ട് കേട്ടോ. There's one more thing. ദൈവത്തോട് ഏറ്റുപറയും മാത്രമല്ല, It's not just that you are confessing to God. യാക്കോബ് ഒരു പടിയും കൂടെ അപ്പുറത്ത് കൊണ്ടുപോയി നമ്മളെ. എവിടാ? James talks about one more step forward. സൗഖ്യം പ്രാപിക്കണമെങ്കിൽ യാക്കോബ് പറയാണ്, Yeah, James says if you want to receive healing, തമ്മിൽ കൂടെ ഏറ്റു പറഞ്ഞോണം. you have to confess your sins to one another also. അയ്യോ യാക്കോബ്, ഇയാൾ എന്തിനാ ജനിച്ച് ഇങ്ങോട്ട് വീണത്? Oh, we will say, oh, James, why are you born? Why did you come on this earth? യാക്കോബ് ഇല്ലാതെ നമുക്ക് നമ്മളെല്ലാം രക്ഷപ്പെട്ടു പോയെന്നെ. If James had come and written that letter, we would have been, escaped a lot of tragedy. See, even Martin Luther was not too happy with the book of James. നമ്മളറിയാമോ, മാർട്ടിൻ ലൂഥറിനും ഈ യാക്കോബിന്റെ പുസ്തകം വലിയ ഇഷ്ടമല്ലായിരുന്നു. കാരണം ഇച്ചിരി കട്ടി കൂടുതലാണ് അത്. It was a little too hard. ഇവിടെ ആരും വായിച്ചിട്ടുണ്ടോ യാക്കോബ് പുസ്തകം? വായിച്ചിട്ടുണ്ടോ? Have you ever read the book of James? ഇഷ്ടപ്പെട്ടോ? Do you like the book of James? എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല കേട്ടോ. കാരണം അവിടെ വല്ലാത്തൊരു നമ്മളെ തുറന്ന് കാണിക്കുന്ന ഒരു പുസ്തകമാണ്. It's not very pleasing a book because it opens up our own self a lot. It says you adulteresses and adulteresses. അവിടെ ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ വ്യഭിചാരകരെന്ന്. നമ്മളൊക്കെ എവിടെ വ്യഭിചാരകരോ? അത് എവിടെയോ? We search elsewhere. യാക്കോബ് കണ്ണാടി നോക്കിയാൽ കിട്ടും ഒരാളെ. കണ്ണാടി Then നോക്കിയാൽ James says, look into the mirror and you will find the adulteress. അയ്യോ അങ്ങനെയാണോ? Oh, really? Is that true? Because James says friendship with the world is enmity to God. യാക്കോബ് പറയുന്നത് ലോകത്തോടുള്ള സമത്വം ദൈവത്തോട് വിരോധം, എതിർപ്പാണ് എന്ന്. So when you see it that way, most of us are doing adultery all the time. ലോകത്തോടുള്ള രമ്യത എന്ന് പറയുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നോക്കിയാൽ നമ്മൾ കൂടുതൽ പേരും വ്യഭിചാരത്തിൽ ജീവിക്കുവാണ്. Number 5. അഞ്ചാമത്തേത്, telling God I surrender without tasting of the life of Christ. ക്രിസ്തുവിന്റെ ജീവിതം ആസ്വദിക്കാതെ ഞാൻ ഏൽപ്പിച്ചു തരുന്നുവെന്ന് ദൈവത്തോട് പറയുക. This is a very important one, my dear friends. സുഹൃത്തുക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണിത്. Because you see, you just cannot surrender yourself like you think you are doing. ഞാൻ പറയട്ടെ, നമ്മൾ സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളുടെ സമർപ്പണം അങ്ങനെ ആഴത്തിൽ പോകാൻ പറ്റത്തില്ല. God has to do a deeper work in us. ദൈവം നമ്മളുടെ ജീവിതത്തിന്റെ ഉള്ളിൽ ആഴത്തിൽ ചില പ്രവൃത്തി ചെയ്തിട്ടേ പറ്റത്തുള്ളൂ. Paul has to say, he said in Romans 12, almost the end of Romans, he is saying, I beseech you, brethren, by the mercies of God, that you present your bodies a living and holy sacrifice. റോമാലേഖനം എഴുതി അതിന്റെ അവസാനം എത്തുമ്പോൾ 12-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത്, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവോടുത്ത് സഹോദരങ്ങളെ ഞാൻ നിങ്ങളോട്
പറയുന്നു, നിങ്ങളുടെ ശരീരങ്ങള് ദൈവത്തിന് പ്രസാദമുള്ള വിശുദ്ധവുമുള്ള യാഗമായിട്ട് സമർപ്പിക്കുക എന്ന്. പൗലോസേ തെറ്റിപ്പോയി. Paul, you were mistaken. 12-ാം അധ്യായത്തിലല്ല പറയേണ്ടത്, ഇയാൾ 2-ാമത്തെ അധ്യായത്തിൽ പറയേണ്ടതല്ലായിരുന്നു. You should not have said that in 12th chapter. You should have said that in 2nd chapter of Romans. cut and paste ചെയ്താട്ടെ, cut and paste. Oh, we can cut and paste from 12 to 2. പൗലോസ് പറയാം, ഞാൻ തെറ്റിപ്പോയില്ല സഹോദരന്മാരെ, ഞാൻ തെറ്റിപ്പോയില്ല. Paul is saying, no, I have not mistaken. Because you can surrender only when you know what you have been given. കാരണം എന്താ, നമ്മൾക്ക് എന്താണ് ലഭിച്ചതെന്ന് നമ്മൾക്ക് മനസ്സിലായാൽ മാത്രമേ, അതിനുശേഷം മാത്രമേ നമുക്ക് സമർപ്പിക്കാൻ Only then പറ്റത്തുള്ളൂ. can you joyfully surrender yourself to him. അങ്ങനെയാണെങ്കിൽ മാത്രമേ സന്തോഷത്തോടെ നമുക്ക് നമ്മളെ തന്നെ അവന്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചു കൊടുക്കാൻ Because none of us can be surrender without anything without by emptying our minds. നമ്മളുടെ മനസ്സ് കാലിയാക്കുന്നതിൽ കൂടി നമ്മൾക്ക് സമർപ്പിക്കാൻ പറ്റില്ല. We will surrender only when we know that we have been given a greater thing. നമ്മൾക്ക് ദൈവം തന്നത് വലിയ ചില കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് വാസ്തവമായിട്ട് സമർപ്പിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. Have you seen some people, ചില കണ്ടിട്ടുണ്ടോ നിങ്ങൾ, ഇങ്ങനെ നീണ്ട മുഖത്തോടെ താടി ഇവിടെ തറയിൽ മുട്ടുന്ന? Have you seen some people with long face? It's so long that it will almost hit the floor. എന്താ പേര്? What is your name? വിശ്വാസി. Believer. ഓ, ഇടയ്ക്കുള്ള പേരെന്തുവാ? What is your middle name? ഞെരങ്ങുന്ന വിശ്വാസി. Oh, groaning believer. മൂന്നാമത്തെ പേരെല്ലാം ഉണ്ടോ? Is there any third name for you? ഞാൻ പറഞ്ഞ താങ്കളത്തെ ബോധം കെട്ട് വീഴും. If I say the third name, Pastor, sir, you will faint. താങ്കൾ ദൈവം എന്തെങ്കിലും താങ്കൾ ജീവിതത്തിൽ വല്ലതും ചെയ്തോ? Have God done anything in your life? വലുതായിട്ടൊന്നും ചെയ്തില്ല. Oh, not much. ഞാൻ കുറെ അങ്ങോട്ട് ചെയ്തെന്നേ. Hey, you know what? I did lot of things for ഞാൻ the അത് Lord. കൊടുത്തു, ഇത് കൊടുത്തു, I ഞാൻ gave that, I gave this. എൻ്റെ സാരിയും ബ്ലൗസും എല്ലാം കൊടുത്തു. I gave my saree, I gave my blouse also. എല്ലാം എൻ്റെ ഒക്കുന്നതെല്ലാം ഞാൻ കൊടുത്തു, ദേഹത്തിലുള്ള എല്ലാം കൊടുത്തു. And everything, whatever I had, I gave it to the അതിന് Lord. ഒന്നും അരമോട്ടൊന്നും കിട്ടിയൊന്നും എനിക്ക് തോന്നുന്നില്ല. But then I don't think I received it. ചിലപ്പോൾ കുറച്ചുകൂടെ കൊടുത്താൽ ചിലപ്പോൾ എന്തെങ്കിലും കിട്ടുമായിരിക്കും അല്ലേ? I did not receive anything from the Lord. Maybe, if you give little more, you may receive something. ഒരാളെ പള്ളി വന്ന് ചപ്പൽ കാണാതെ പോയി. One person came to church and that person lost his slipper. സ്തോത്രം എന്ന് പറഞ്ഞു. He said, Stotram, praise the Lord, praise the Lord. അപ്പോൾ എന്തിനാ സ്തോത്രം പറഞ്ഞേ? അപ്പം one person said, എന്തിനാ സ്തോത്രം പറഞ്ഞു? why are you saying praise the Lord when you lost your slipper? അത് പള്ളിയിൽ വന്നിട്ട് പോയപ്പോഴേ എനിക്ക് തോന്നി ദൈവത്തിന് വേണ്ടി ഞാൻ ചെരുപ്പ് കൊടുത്തെന്നായിരുന്നു. Because I lost my slipper in the church, it feels as if I gave my slipper to the Lord. വീട്ടിൽ പോയായിരുന്നെങ്കിൽ ഞാൻ ദേഷ്യപ്പെട്ടെ, പള്ളിയിലല്ലേ ചപ്പൽ പോയത്. If I had lost from my home, I would have gotten angry, I would have been angry. But now, because it's from the church, I'm just thanking God. I've given everything. എല്ലാം കൊടുത്തു. എല്ലാം I have given everything. ഞാൻ എല്ലാം സമർപ്പിച്ചു, എൻ്റെ ദൈവത്തിന് എല്ലാം കൊടുത്തു. സന്തോഷമില്ല പാസ്റ്ററെ. പക്ഷെങ്കിൽ I'm not happy about in my life, Pastor. What is the problem? പ്രശ്നം എന്താണ് ഇവിടെ? We have not seen what we have. നമ്മൾക്ക് എന്താണ് ഉള്ളതെന്ന് നമ്മൾ കാണുന്നില്ല. That is why we are not able to joyfully surrender. അതുകൊണ്ടാണ് സന്തോഷത്തോടെ നമ്മൾക്ക് സമർപ്പിച്ചു കൊടുക്കാൻ പറ്റാതെ വരുന്നത്. When Peter and the apostles were beaten up. പത്രോസിനെയും അപ്പോസ്തലന്മാരെയും അവര് അടി കിട്ടിയ ആ സമയത്ത് Bible says they rejoiced. വേദപുസ്തകം പറയുന്നത് അവര് സന്തോഷിച്ചു എന്ന്. നമ്മളാണെങ്കിൽ എന്താ പറഞ്ഞേനെ? What would have been replied? We would have said, oh my God, what is this? ഇവിടെ വേദനിക്കുന്നു, അവിടെ It's paining here, it's hurting here. പത്രോസ് എന്താ പറഞ്ഞേ? What did Peter say? Rejoice because we were given the privilege to suffer. ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കാനുള്ള ഭാഗ്യം കിട്ടിയതിനായിട്ട് ഞാൻ സന്തോഷിക്കുന്നു എന്ന്. We need to surrender. നമ്മൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. It can happen only as we see more of Jesus. ഈ സമർപ്പണം
നടക്കണമെങ്കിൽ നമ്മൾ കർത്താവിനെ, യേശുവിനെ കൂടുതൽ So കാണണം. കണ്ടാൽ മാത്രമേ let me പറ്റുള്ളൂ. close with where I started yesterday. ഞാൻ ഇന്നലെ കഴിഞ്ഞ ആഴ്ച തുടങ്ങിയിടത്ത് ഞാൻ ഒന്ന് തിരിച്ചു വന്ന് We അവസാനിക്കട്ടെ. need a fresh revelation of Jesus. നമ്മൾക്ക് യേശുവിനെ കുറിച്ച് ഒരു പുതിയ വെളിപാട് ആവശ്യമാണ്. Not with the physical eyes. ഈ ഭൗതിക കണ്ണും കൊണ്ട്, ശാരീരിക കണ്ണും കൊണ്ട് കാണുന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത്. But to really understand who he is and what he has done. പക്ഷെങ്കിൽ വാസ്തവമായിട്ടും ഈ ദൈവം ആരാണെന്നും ഈ ദൈവം എന്ത് പ്രവൃത്തിയാ ചെയ്തതെന്നും വാസ്തവമായിട്ടും നമ്മളൊന്ന് കണ്ടായിരുന്നെങ്കിൽ, Then you can be sure that you will be filled with hope by the power of the Holy Spirit. അങ്ങനെയാണെങ്കിൽ, അത് നമ്മൾ കാണുവാണെങ്കിൽ നമ്മൾക്ക് ഉറപ്പാകാം ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ നമ്മൾ പ്രത്യാശയാൽ നിറയും. Because your hope is not confined to this world, it goes beyond. കാരണം എന്തുവാ? നമ്മളുടെ പ്രത്യാശ ഈ ഭൂമിയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, ഇതിനപ്പുറം കടന്നു പോകുന്നതാണ് നമ്മുടെ പ്രത്യാശ. Hallelujah. ഹല്ലേലൂയ. Can we pray, please? നമുക്ക് പ്രാർത്ഥിക്കാം. Father, we bring ourselves to you. പിതാവേ, ഞങ്ങളെ തന്നെ അങ്ങയുടെ അടുത്തോട്ട് കൊണ്ടുവരുന്നു. We ask for your favor. ഞങ്ങൾ അങ്ങയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ചോദിക്കുന്നു. We ask for your blessing. അങ്ങയുടെ അനുഗ്രഹം ഞങ്ങളുടെ മേൽ We ചോദിക്കുന്നു. ask that we would see as we ought to see. കർത്താവേ, കാണേണ്ട പോലെ ഞങ്ങളൊന്ന് കാണാനായിട്ട് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. But we also realize that you have to prepare us. പക്ഷെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു അങ്ങ് ഇതിനു വേണ്ടി ഞങ്ങളെ ഒരുക്കിയേ മതിയാവൂ എന്ന്. And so we ask that you do that work in us. അതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ, അങ്ങ് ഈ വേല, ഒരുക്കുന്നതിന്റെ വേല ഞങ്ങളിൽ ചെയ്തേണം. Unless the ground is tilled and prepared, how can the seed grow? ഈ നിലം ഉഴുത് അത് ഒരുക്കിയില്ല എങ്കിൽ വിത്ത് എങ്ങനെ മുളയ്ക്കും? Let the ground of our heart be prepared. ദൈവമേ, ഞങ്ങളുടെ ഹൃദയ നിലം ഒരുക്കപ്പെടട്ടെ. So that you can produce abundant life. അങ്ങനെയാണെങ്കിൽ അങ്ങേക്ക് സമൃദ്ധിയായ ജീവൻ ഇതിനകത്തുനിന്ന് പുറപ്പെടുപ്പിക്കാൻ പറ്റുമല്ലോ. Life that the world has not yet seen. ലോകം കാണാത്ത ആ ജീവൻ, We want that, oh God. അത് ഞങ്ങൾക്ക് വേണം കർത്താവേ. We surrender ourselves to you. ദൈവമേ, ഞങ്ങളെ തന്നെ അങ്ങയുടെ കയ്യിൽ ഏൽപ്പിച്ചു തരുന്നു. Jesus' precious name we pray. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.